ഹായ് ഹലോ. സോ നമ്മൾ IELTS സ്പീക്കിംഗ് ടെസ്റ്റിൻ്റെ ടൈമിൽ ഇപ്പോൾ നമ്മൾ അൺഷുവർ ആണ് ഒരു കാര്യത്തിനെക്കുറിച്ച് വെൻ യു ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ് ഓർ യു ആർ ടെല്ലിംഗ് യുവർ പെർസ്പെക്റ്റീവ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ഐ തിങ്ക് എന്നാണ്. ലെറ്റ്സ് ട്രൈ ഫ്യൂ ഓൾട്ടർനേറ്റീവ്സ് ഫോർ ഐ തിങ്ക്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് 1. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്. ഈ ഐ തിങ്കിന് പകരം നമുക്ക് ഫോർമൽ ആയിട്ടുള്ള ബേസിൽ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് എന്നുള്ളത്. പക്ഷേ ഇൻ ദിസ് സിറ്റുവേഷൻ വെൻ യു യൂസിങ് ഇറ്റ്, ഇവിടെ നിങ്ങൾ ആ സിറ്റുവേഷൻ എന്താണ്, വാട്ട് എവർ അതർ പീപ്പിൾ ഹാവ് സെഡ് എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യാതെ യു ആർ ജസ്റ്റ് സ്പീക്കിംഗ് യുവർ പോയിന്റ്. ഓക്കെ, ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ദാറ്റ് വാസ് നമ്പർ 1, ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്. നൗ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് വൺ, ഐ ബിലീവ്. ഈ ഐ തിങ്കും ഐ ബിലീവ് എന്നുള്ളത് പറയുമ്പോൾ ഐ ബിലീവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമ്മളതിൽ നിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് ഉറപ്പുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഐ സ്ട്രോങ്ലി ബിലീവ് അല്ലെങ്കിൽ ഐ ബിലീവ് എന്നൊക്കെ പറയുമ്പോൾ. സോ ഐ തിങ്കിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നിങ്ങളൊരു തോട്ട് മാത്രമല്ല, യു ആർ ക്വൈറ്റ് ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് യു ബിലീവ് ദാറ്റ്. സോ ദാറ്റ് വാസ് ദ സെക്കൻഡ് വൺ, ഐ ബിലീവ് ഓർ ഐ സ്ട്രോങ്ലി ബിലീവ്. നൗ മൂവിങ് ഓൺ ടു ദ തേർഡ് വൺ, ഇൻ മൈ ഒപ്പീനിയൻ. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വേർഷൻ വെച്ചിട്ട് എന്നുള്ള രീതിയിലാണ്. സോ ഇൻ മൈ ഒപ്പീനിയൻ. ഓക്കെ, സോ ദാറ്റ് വാസ് ദ തേർഡ് വൺ. ആൻഡ് നൗ മൂവിങ് ഓൺ ടു ദ ഫോർത്ത് വൺ, ഇറ്റ് സീംസ് ടു മീ ഓർ ഇറ്റ് അപ്പിയേഴ്സ് ടു മീ എന്നുള്ളത് പറയാം. അവിടെ നിങ്ങൾ ഒട്ടും ഷുവർ അല്ല, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, സോ ഐ റിപ്പീറ്റ്, ഇറ്റ് സീംസ് ടു മീ ഓർ ഇറ്റ് അപ്പിയേഴ്സ് ടു മീ. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ഐ ഫീൽ ദാറ്റ്. ഓക്കെ, സോ ഇവിടെ ഈ ഐ ഫീൽ ദാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇമോഷണൽ യൂസേജ് ആണ്. എനിക്ക് എൻ്റെ ഒരു ഇതിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് ഐ ഫീൽ ദാറ്റ് എന്നുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റീപ്ലേസ്മെൻറ്റ് ഫോർ ഐ തിങ്ക്, ബട്ട് കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഐ ഫീൽ ദാറ്റ് എന്നുള്ളത് പറയാം. അനദർ റീപ്ലേസ്മെൻറ്റ് ഇസ് ഐ അസ്യൂം ദാറ്റ്. ഐ അസ്യൂം ദാറ്റിന് ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ അനുമാനത്തിൽ എന്നൊക്കെ പറയാം. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ ഇൻ അഡീഷൻ കുറച്ചുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ പറഞ്ഞുതരാം. ദേ ആർ ഐ പ്രസ്യൂം ദാറ്റ്, ഐ എം ഓഫ് ദ പെർസെപ്ഷൻ ദാറ്റ്, പെർ മൈ നോളജ്, ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ഓർ ഫ്രം മൈ പെർസ്പെക്റ്റീവ്. So these are the substitutes that can replace I think. And for more such informational videos, stay tuned.